ഹലോ, ഒരു പ്രശ്നമുണ്ട്. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ആരെ സെന്റെക്സ് എന്ത് പോയി കത്തിക്കാൻ പോയിന്നാ? എടാ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് എല്ലാരും. പെട്ടെന്ന് റോക്ക് ഷൂട്ട് കയറിക്കാണ്. ഒരു ലൊക്കേഷൻ കൊടുത്താണ് കുറിപ്പ്. നമ്മളെ മറ്റേ മല നേരത്തെ കേറിയ പോലെ തന്നെ വണ്ടി കത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അകത്തോട്ട് കയറി ശരിക്കും, അല്ലെങ്കിൽ അമ്മ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ കയറിയില്ലേ കൂൾ ഡൗൺ വരും നമുക്ക്. പുതിയ റൂളാണ്. ലോക്ക് ചോദിച്ചതിന്റെ 5 മിനിറ്റിന് ശേഷം ഇവിടെ ഉണ്ടോ നല്ല വണ്ടി? ലൊക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 5 മിനിറ്റ് നിക്കണം. 5 മിനിറ്റ് അല്ല, കുറച്ചു നേരം അവിടെ നിക്കണം. അല്ല, 5 മിനിറ്റിന്റെ ഉള്ളിൽ ലൊക്കേഷൻ കൊടുത്തിട്ടില്ലേ അതുകൊണ്ടാണ് നമ്മൾ ലൊക്കേഷൻ കൊടുത്ത 5 മിനിറ്റ് അവിടെ കാണാം. ലൊക്കേഷനിൽ ആ ലൊക്കേഷനിൽ ഉണ്ടാവണം എന്നാണ്. കൊടുക്കണം. 20 ലൊക്കേഷൻ കൊടുക്കേ. ഡീലിൽ 1 സെന്റൻസിന് വിളിച്ചറാ. വിളിക്കോടാ, എനിക്കുള്ള വിളിച്ചോണ്ടിരിക്കുക. ഏത് കുണ്ടി കൈ പോകും. അങ്ങോട്ട് പോകണം, നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ പോയി നിക്കണം. ഇവിടെ എന്താ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാനിതൊന്ന് ഓഫ് ആക്കട്ടെ കേട്ടോ. ക്യാമറ ഓഫ് ആക്കട്ടെ കുറച്ചു നേരം. കൊടുക്കല്ലേ നമ്മളെ വണ്ടി. നിങ്ങളിപ്പോ ലൊക്കേഷൻ കൂടെ വണ്ടി ഓടിക്കാത്ത ഇവിടെ തന്നെ ഇവിടെ തന്നെ കൊടുക്കുക, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ലൊക്കേഷനിൽ ആളുണ്ടാവണം. അപ്പൊ ഇതന്നെ കൊടുത്തു. എടാ, ഒരു ആളെ സീറ്റ് കൂടെ ഉണ്ടോടാ വണ്ടിയിൽ കയറ്റാൻ? എന്റെ വണ്ടി 4 അളിയാ. എന്താടാ ഫ്ലഫി? എടാ ചെറുക്കനെ കളിപ്പിക്കടാ ഫ്ലഫി. ആ നീ ഒറ്റ വണ്ടിയാ? ഒറ്റ വണ്ടിയാണെങ്കിൽ വേറെ ആർക്കും എലിയില്ല. അപ്പം എലി കൊടുക്കുന്ന എലി പൊട്ടി ധരിച്ച് പഠിച്ച വീഡിയോ ആവോ? എന്നാ പിന്നെ ബാക്കിനെ എലിയിട്ട് വിട്ടാ പോരെ ഒരിടേക്ക്. ഒരു 4 ആളോ 4 5 അങ്ങനെ തീർത്തിട്ടൂലേ? അത് പ്രോത്സാഹിപ്പിക്കൂല. കാരണം എന്താ വെച്ചാൽ അടുത്ത വാറിന് പിന്നെ കെവിൻ ടി വി ഒക്കെ വരുമ്പം 5 ഹെലികോപ്റ്റർ കൊണ്ടുവന്നാണ്ട് കുത്തും. 5 ഡ്രൈവറെ പോവുള്ളൂ. 5 കുത്തിനോടത്തുന്ന ഇതേമാതിരി എല്ലാരും 20 പ്ലേസൊക്കെ തീരുന്നു. എത്ര ഉണ്ട്? 11 10 മിക്കവാ. അതല്ല ലൊക്കേഷൻ ഇവിടെ കൊടുത്തില്ല. ഇനി ഇവിടെ തന്നെ നിക്കണം. സെന്റെക്സ് വന്ന നമുക്ക് നേരെ ഇവിടെ പോവാം. ഏത് അന്ന് കളിച്ചെടുത്ത് തന്നെ പോവാം. കെവി ആയിട്ട് ഇവിടെ പ്രണവിനെ തൂക്കിട്ട് നേരെ പോവാം. നമ്മള് 20 പ്ലെയർ അവിടെ കളിക്കാം. ഒരുമിച്ച് കളിച്ചാൽ മതി. അവിടെ ഇറങ്ങി 21 പേര്. അല്ല 22 ആളുണ്ടാവും. പ്രണവ് അടക്കം. പ്രണവ് കയറിയിട്ടില്ലല്ലോ. 22 ടക്കായിക്കൊക്കെ ബാങ്ക് കിട്ടിയില്ല. അല്ലാതെ ഫുൾ ടൈം ഉണ്ടാവും ഇവിടെ മണിക്കൂറിന്. നമുക്ക് 749 കളിക്കാം. കെവി ആയിട്ട് കളിച്ച സ്ഥലത്ത് തന്നെ. പക്ഷെ പ്രണവ് വരട്ടെ. പ്രണവില്ല. പ്രണവ് വന്നിട്ട് പോ. അതാ ഞാൻ പറഞ്ഞതാ. അല്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ. എല്ലാരും ഫുഡും വാട്ടറൊക്കെ ഫുള്ളാണോ നോക്കട്ടോ. അലക്സ് ഉണ്ടല്ലോ ഷേക്ക്. അലക്സ് ഉണ്ട് ഇതില്. പാട്ട് പാടിക്ക് ഷേക്ക്. പ്രിയാറിന് പോകുമ്പോ അലക്സിന്റെ ഒരു പാട്ട് ഏതാ? തുടക്കത്തിന് നല്ലതാ. അലക്സ് വെള്ളം കുടിച്ചിട്ടേ ഞാൻ അടിച്ച താങ്ക മറ്റേ 4 മാസം തൂക്കം മറ്റേ പാടിക്കോ? വെള്ളം എടുക്കാൻ വെള്ളം എടുക്കാൻ പോയിട്ടൊന്നുമില്ല. ബൗസുമെന്ന് കൈയെടുത്ത് വിടത്തില്ലേ? ഞാൻ അടിക്കേണ്ട തുറക്കത്തുള്ളൂ.
ബ്രിഡ്ജിന്റെ അടുത്ത് പിങ്ങിട്ടത് കിണറ്റീന്ന് കോരാൻ പോയാ വെള്ളം. പിങ്ങിട്ടെ ഭാഷയാണ് അങ്ങ് പോയത്. ഫ്ലഫിയാണോ അത്? ഫ്ലഫി ഫ്ലഫിയൊക്കെ എന്റെ അടുത്തുണ്ട്. അവിടെ ഇപ്പൊ ഉണ്ട്. ആര് അതാരും അപ്പുറത്ത് പിങ്ങിടുന്നേ. വെള്ളത്തിൽ ആരാ പിന്നിടുന്നടാ? എടാ തൊള്ളൊറന്ന് പറയാ ആരാ പിങ്ങിടുന്നേന്ന്. ഇവിടെയാണോ? ഇതാണോ? 722 ആണെങ്കിലോ റേഡിയോന്ന് പോയി. ഇല്ലല്ല ഞാൻ ഇറങ്ങി കയറിയതാ. ഞാൻ പിന്നെ അത് ഷെയ്ക്ക് ഇറങ്ങി കയറിയത് റേഡിയോ. അല്ല ആ പിങ്ങൊന്നും ഇട്ടണ ഞാനല്ല, അതാണ് ബാക്കിൽ 714 പോട്ടെ. ആ കോള് വിട്. 714 എല്ലാരും അപ്പൊ പിന്നെ എല്ലാരും ഇവിടെ ആയില്ലേ. കളിയാക്കണടാ. അവിടെ എത്ര പിങ് അവിടെ ആരപ്പി മാറി മാറി ഇട്ടോണ്ട് ഈ വണ്ടി എന്റെ മാപ്പ് താഴെ പോയില്ല. ഈ വണ്ടി ഉള്ളാളെ ഒന്ന് 714 വരുവോ? എടാ ഞാൻ പ്രണവ് കത്തിയോടെ തന്നെ ഉള്ളു. അവനെ പിക്കിട്ടിരുന്നാ പോലെ. അവനെവിടാ? നീ എവിടാ? ഞാൻ ഇവിടെ 711. അത് നീ അവിടെ നിന്നോ? അങ്ങ് പോയവനാണ് ഈ ചോദിക്കുന്നത്. അവൻ വണ്ടി തിരിച്ചു പോണു. ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കാൻ റിപ്ലൈ എന്താണ്? അത് ആറാ അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വണ്ടി ഇറങ്ങി ആ ഡ്രൈവർ ബ്രോ ഞാൻ ഇവിടെ കറക്റ്റുണ്ടായിരുന്നത് കണ്ടിവിടെ. ഇപ്പൊ ഇവിടെ ഇസ്മായില് ബെഞ്ചിലാ പറയൂലായിരുന്നാ ഞാൻ അമ്പിയാവല്ലേ നീ? അമ്പിയാവല്ലേ? വലിയ അമ്പിയാവല്ലേ നീ? ഒരു മിനിറ്റ് എടാ പ്രണയം ഒന്ന് വിളിച്ചു നോക്കി. അവന്റെ കറണ്ട് തന്നെ പോയതാണോ? അവ കേരള എന്നോട് പറഞ്ഞായിരുന്നു. സത്യം ഇക്രു ഭയങ്കര ഇച്ചാ. ആ ഇത് ചോദിച്ചു, ഇത് ഏതാ പാട്ട്? ആ പാട്ട് കേട്ടില്ലേ പോ? ഇല്ല അതാ ഞാൻ ചോദിച്ചു. നേരത്തെ ചോദിച്ചു ഇത് ഏതായിരുന്നു? ബാക്കില് പോവാ. മറ്റേ കെവിന്റെ അടുത്ത് പോയിനി. വന്നാ അല്ല അമ്മാരുടെ അടുത്ത് അങ്ങോട്ട് ലൊക്കേഷൻ ചോദിച്ചു. അമ്മാര് ഇങ്ങോട്ട് വന്നില്ലല്ലോ. നമ്മൾ ലൊക്കേഷൻ കൊടുത്തതല്ലേ? അങ്ങോട്ട് ചോദിച്ചു. പ്രണവ് വന്നോ? കേറി തെറ്റ് നമ്മളെ വണ്ടി തെറ്റ്. നമുക്ക് മറ്റേ ലൊക്കേഷൻ അവരുടെ ലൊക്കേഷൻ വെച്ച് നമുക്ക് നമ്മുടെ അടുത്തോട്ട് പോവാം. മറ്റേ അടുത്തോട്ട് ചോദിച്ചു നോക്ക്. ലൊക്കേഷൻ ചോദിച്ചു നോക്ക്. ചോദിച്ചല്ലോ. ഇത് എത്ര വണ്ടിയാടാ? ഇത് കാൽക്കുലേറ്റ് കണ്ട് ചെയ്താളാട്ടോ. അത് 1 2 3 4 5 6 7 8 ഉറപ്പല്ലേ? ആ ഒമ്പാമത്തെ വണ്ടി ഉണ്ടാവാൻ പാടില്ലേ? സസ്പെൻഷൻ കിട്ടും. ല്ലോ തപ്പി പിടിച്ചടിച്ചാലോ? ഫ്രണ്ടിൽ പോണ വണ്ടി ആരാ? ഒരുമിച്ച് തന്നെ പോയെ. ചുമ്മാ വെറുതെ തപ്പാന്ന് പറഞ്ഞ എല്ലാം 4 വഴിക്ക് പോകല്ലേ? ഞാൻ വേറൊരു കാര്യം കൊണ്ട് പറയട്ടെ. ഇപ്പൊ ഇൻഷ്യൽ അടിച്ചെന്ന് പറഞ്ഞ അത്രയ്ക്ക് അഗ്രഷൻ ഒന്നും വേണ്ട. ഫ്ലഫി വരുന്ന ലാസ്റ്റ് കോളി മാത്രം വണ്ടി പിക്ക് ചെയ്താൽ മതി നമ്മള്. എടാ കേട്ടാ, ഇത് റെസ്പോൺസ് ഇല്ല ആർക്കും. ആ ഫ്രണ്ടിൽ പോണ മാർക്ക് ചെയ്യുന്നുണ്ടോ? കുറിപ്പ് എല്ലാരോടും POV എടുത്തേക്കാൻ പറയണം. എല്ലാരും POV റെക്കോർഡല്ലേ? ഓണല്ലേ? എടാ അവിടെ നിൽക്കുന്ന GPSനുണ്ടാണോ ഒരു ചുമപ്പ്? അവന്മാരെ അയ്യോ എടാ ഇവിടെ വേറെ മാറി കിടക്കോടാ. അത് കഴിഞ്ഞോ? ഇവിടെ കളിക്കല്ലേ? ഇങ്ങോട്ട് വന്നോ. ഇങ്ങോട്ട് മാറാം. താഴോട്ട് മാറാം. മാർക്ക് ചെയ്തു. ചിൽ. നീ മാറി ഭയങ്കര കത്തലോടാ. പിങ്ങിട്ട് പോടാ. പിങ്ങിട്ട് വന്നേന്റെ ഒരു ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് മാർക്ക് അപ്പുറത്ത് ഇപ്പുറത്ത്. ഇതെങ്ങോട്ടാ? ഞാൻ ഒന്ന് അങ്ങോട്ട് ഒരു പിങ്ങിട്ടറാ. അപ്പൊ നീ അങ്ങോട്ട് പോണ്ട. അപ്പൊ അവിടെ പോണ്ട. FPS അത് കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ലല്ലോ. ബെറ്റർ ഗ്രാഫിക്സ് അല്ലേ? അത് കുഴപ്പമില്ല. എടാ ഈ മല കളിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ 2 മലയും കളയില്ല കേട്ടാ. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഈ 2 മല കളയരുത്. ഈ 2 മാർക്ക് ഇല്ലടാ പറഞ്ഞ കേക്കത്തില്ല. കൊറേ എണ്ണത്തെ ഇവിടെ വന്ന് കൊണച്ചോണ്ടിരിക്കും. അവനെയൊക്കെ ഞാൻ കണ്ടാണ്. ഞാൻ തന്നെ ഇടിച്ചോളാം കേട്ടല്ലോ. നിന്നെയൊക്കെ ഇവിടെ വന്ന് നിന്ന് വരുന്നു. DPS അല്ലേ അത്? അല്ലല്ല അല്ല വേറെ ആരാ? അതെ
വേറെ ഇവരെന്നും ഇവിടെ തന്നെ ഇവന്മാര് നമ്മടുത്ത് ഓൺ ദ വേ ലൊക്കേഷൻ ചോദിച്ചിട്ട് ഇത് എന്താ 2 മിനിറ്റ് ഈ 5 മിനിറ്റ് ഇവിടുന്ന് വേറെ സ്ഥലം കളിക്കാനായിട്ടാണ് ഇല്ലാത്ത സ്ഥലത്താണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെയും അടുത്ത് പോണോ? ബാക്കി പോണോ? റീസ്ട്രാക്കിന്റെ ബാക്കി പോണോ? 4-5 വാറാടാ ഇവിടെ നടക്കണേ. അതാ സീൻ. റീസ്ട്രാക്കിന്റെ ബാക്കി പോണോ? റീസ്ട്രാക്കിന്റെ ബാക്കി അവിടെ പോ. കൊണ്ടോ കുറുപ്പ് കൊണ്ടോ മാർക്കറ്റ് ഉണ്ടോ? പപ്പു ഇവിടെ നിന്ന് നോക്കതോ വണ്ടി കിടക്കുന്ന നോക്കാം റീസ്ട്രാക്കിന്റെ ബാക്കില്. കുറുപ്പേ മാർക്കറ്റ് അങ്ങ് കൊണ്ടുപോക്കോ. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ കൂടി പോണതല്ലേ? അവർക്ക് മറ്റടിക്കണ്ടേന്നോ? എന്താടാ വീട് ഇവിടെ വണ്ടി തേങ്ങ വേറെ ഇതെന്ത് ഇടയ്ക്ക് എത്ര വണ്ടിയാണ്? ഇപ്പൊ അടിനെ വിളിച്ചാ ടി വി എടുത്ത് തരൂലേ? എന്റെ ടി വി നമ്മള് മാറ്റി നിർത്തിയാ മതി. ആറ് കഴിഞ്ഞോ? നിങ്ങൾ ഈ സൈഡ് വാടാ, ഇപ്പുറത്തെ സൈഡ് വന്നോ? ഞാൻ ഹെൽപ്പ് ഇടട്ടെ, വെയിറ്റ്. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സ്ഥലമാണിത്. ഒരു പൂഞ്ഞാറ്റ സ്ഥലമാണ്. അത് ശരിക്കും കറക്റ്റ് കുറച്ചടിച്ചാ മതി. പക്ഷെ ഇത് പൂജാരിലെ സ്ഥലമാണ്. പക്ഷെ നമുക്ക് പണ്ണാന്നേ ഉള്ളു. ഇവിടെ കറക്കിയിട്ട് പണ്ണാവന്മാരാ. ഹാൻഡ്ലിങ് മാറ്റിയായിരുന്ന ഹാൻഡ്ലിങ് ഇവിടെ കളിച്ചാൽ ഒരു മട്ടം കിട്ടൂല. ഇത് സംഭവം എന്ന് പറഞ്ഞാലേ ഇത് അമ്മമാര് മറ്റേ 12 കാലം ആവാറായോണ്ട് ലൊക്കേഷൻ ചോദിച്ചാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ അമ്മ എത്തി കാണത്തില്ല. അമ്മമാര് ഏതായാലും TDS അല്ലല്ലേ, TBS അല്ലേ? വണ്ടി എല്ലായിടത്തും 757 ഇട്ട് കൊടുക്കടാ ആരെങ്കിലും. 750 757 ഇട്ടോ തൊട്ടപ്പുറത്ത് തന്നെ. അഡ്മിൻ വന്ന് സംസാരിച്ചോണ്ട് പിങ്ങിട്ടാണ് അമ്മമാരാ ഫുൾ ആളൊക്കെ എത്തി. 757 എന്നിട്ട് 757 നമ്മളില്ലല്ലോ. ഇവിടത്തെ വണ്ടി പിടി. എന്റെ അടുത്ത് അഡ്മിൻ ഉണ്ട്. 757 എവിടെയാന്ന് അവിടേക്കാണ് നമ്മള് പോണം. എന്നിട്ട് അവിടെ നിക്കുന്നില്ല. അവിടെ പോണം. അവിടെ നിന്നിട്ടില്ല. വെള്ളത്തിന്റെ അകത്തായി പോയി. 757 വെള്ളത്തിലാണ്. അവിടെ പോ. ആ സൈഡ് പോ. എന്തായാലും ആ സൈഡ് പോ. സസ്പെൻഷൻ ഒന്നും വാങ്ങി തരല്ലേ പൊന്ന് കുറുപ്പേ. ആ സൈഡ് 750 കൊടുത്തേ. 750 ലൊക്കേഷൻ ചുമ്മാ ആവശ്യമില്ലാത്ത ലൊക്കേഷൻ കൊടുക്കല്ലേ. ഞാൻ പ്രാവശ്യം പറഞ്ഞേ. ആരാണ് വിളിച്ചത്? എവിടെ കളിക്കുന്നേ? ഈ മാർഗ് കളിക്കുന്നേ? ഇവിടെ കളിക്കാം. അവിടെ ഇറങ്ങി വരണ്ടേ? ഞാൻ എന്റെ പിങ്ങില് കുത്തിയിരിക്കുകയാണ്. കുത്തുമ്പോ ഒരുമിച്ച് കുത്തി കളിക്കണ എല്ലാരും. പരിപാടി മൂന്നാമത്തെ പ്രാവശ്യം ലൊക്കേഷൻ കൊടുക്കുന്നത്. അല്ലല്ല അത് ആദ്യം ഇട്ട 757 അത് വാട്ടർ അത് വരെ മാറിയിട്ടത് അഡ്മിനെ. അത് ഞങ്ങള് ലൊക്കേഷൻ മാറ്റി. ശരി മാറ്റല്ലേ? അല്ല അത് അഡ്മിനെ എന്താ പറയാ, ആദ്യം നമ്മള് ലൊക്കേഷൻ ഇട്ട സമയത്തേ നമ്മള് 10 മിനിറ്റോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. മനസ്സിലായി. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ച് അവര് അവിടെ പിന്നെ ഇങ്ങോട്ട് പോന്നപ്പോഴേ ഇവിടുന്ന് പക്ഷെ ഇട്ട ലൊക്കേഷൻ ആ വാട്ടറിന്റെ ലൊക്കേഷൻ ആയി പോയി. അത് മാറിയതാ. ഈ ലൊക്കേഷൻ അപ്പുറത്തെ കൊറേ വെറുതെ വണ്ടികൾ കിടപ്പുണ്ട്. നല്ല കത്തലുണ്ട്. ഒന്ന് ഞാൻ റിപ്പയർ കിറ്റ് ഉണ്ടോടാ വണ്ടിക്കകത്ത്? ആ ഒറ്റൊന്നുണ്ടോ? ഞാൻ ഇടുന്നുണ്ട്. എടുത്തോ നീ. മൂക്കിൽ അടിയല്ലേ ഇന്ന് പൂരടിയാണ്. We not declaring war against MS-13. Andre? Oh, we not. Okay. Shit. അത് പ്രശ്നമാവേ. അത് പ്രശ്നമാവും കേട്ടാ. ഞാൻ പോയി നോക്കട്ടെ. നമ്മുടെ വണ്ടി പിക്ക് ഇല്ലാണ്ടി വന്ന ഈ പിങ്ങില് ഞാൻ പറയുമ്പോ ഈ മാർക്കില് ഒരു വണ്ടിക്ക് ഇറങ്ങി അടിക്കാൻ പറ്റുമോ? ഞാൻ കേറിയിരിക്കണേ. പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറാം. ഇവിടെ ഫൈറ്റ് ആകാൻ പറ്റൂലേ? ഫൈറ്റ് എടുക്കണമെങ്കിൽ ഈ റിഡ്ജിലെ ഫൈറ്റ് എടുക്കാനുള്ള എന്റെ കോളാണ്. കുറച്ച് ബാക്ക് ഇറങ്ങാം. അമ്മ ക്ലോസ് ചെയ്ത് അപ്പര് ഇതിന്റെ ടോപ്പിൽ വന്നിട്ടുണ്ടേ. ഞാൻ പറയാം
10 വണ്ടിയോ കയറ്റാൻ നോക്കുവാണ് റേസ് ട്രാക്ക്. എടാ 9 GB ഉണ്ടോ നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ കുറുപ്പേ. എന്റെ ഫ്രണ്ടിൽ ഓൺ ഫുട്ട് ഉണ്ടെന്ന് ഒന്ന് പുറത്ത് അത്ര റേഡിയോ ഞെക്കി പിടിക്കാൻ പറഞ്ഞാൽ മതി. ആരോ കത്തി ആ വണ്ടി ഇറങ്ങി എടുക്കാൻ പറ്റുമോ? പറ്റോ ഇവിടെ ഇറങ്ങി അടിയാടി ഇവിടെ ഇറങ്ങി അടിയാടി ഒരു വണ്ടി. ആ വണ്ടി എടുക്കണ്ട, അവന്മാർ മേളിൽ പോയി. ബാക്ക് ഇറങ്ങ് ഇവിടെ കുത്തി റിഡ്ജി കുത്തി ഇറങ്ങിയാടി. ഈ റിഡ്ജി കുത്തി ഇറങ്ങി അടിച്ചോ. നമ്മുടെ ഒരു വണ്ടി അവിടെ റോട്ടിൽ കിടക്കുന്നത് നമ്മുടെ ഫ്ലഫി കത്തിപ്പോയതാ. ഒറ്റയ്ക്കാണോ? റിഡ്ജി കുത്തിക്കോ. ഇറങ്ങട്ടെ ഇറങ്ങി നോക്കിക്കളെ അവിടെ നിന്ന് എല്ലാവരും back വരും. അടിച്ചു ഇവിടെ നിന്ന് അടിച്ചേ. അടിച്ചടിച്ച് ഇവനെ കട്ടയ്ക്ക് അടിക്ക്. എന്ത് ഡീലർ എടാ അവന്മാര് ഇവിടെ കുത്തിയിരിക്കുന്നേ. കറക്കി കുത്തിയല്ലോ. എടാ എവിടെ കുത്തുന്നു ഇവിടെ കളിച്ചാ മതി. നിങ്ങളുടെ മുന്നിൽ കൂടി വീടുന്ന കുറുപ്പാണത്. അടിക്കടാ. അവനൊക്കെ വന്ന് പോയി. PL അല്ല കൂടുതൽ കുറുപ്പ. ഇത് റീലോഡ് വേറെ ആരും ഇറങ്ങി അടിക്കുന്നില്ല കുറിപ്പ്. ഞാൻ ഇറങ്ങി അടിച്ചോളാമേ. ഞാൻ ഇറങ്ങാമോ? ഈ വണ്ടി ഒന്നും എടുക്കോടാ. ഇവിടെ കുത്ത്. എന്റെ ഇപ്പൊ കുത്താൻ വരുമോ ഇപ്പം? വന്ന് കുത്താനാരും ഞാൻ കുത്തിത്തരാം ഫ്രണ്ടിൽ. അടിച്ചാ മതി. അടിക്കുക നിങ്ങൾ നോക്കിയാ നിങ്ങള് യുമാരെ ഇവിടുന്ന് തള്ളി മാറ്റിക്കണല്ലോ. ഇവിടുന്ന് എല്ലാ വണ്ടിയും അവന്മാരെ പിറ്റ് ചെയ്ത് പ്രഷർ കൊടുത്തേ. പറയുന്നേക്കെ എല്ലാ വണ്ടിയും പോയി ഇടിച്ച് പിറ്റ് ചെയ്തേ. ഇതെന്തോ എടുത്തോളാം. 9 വണ്ടിയൊന്നും ഇല്ലടാ. ചില്ല നിങ്ങൾ പ്രഷർ ആരല്ലേ കളിയില്. 9 വണ്ടിയുടെ അടിമയും പറയില്ലേ. 4 ടയറും ഇല്ല. റിപ്പയർ ചെയ്താലോ? ഫ്ലഫിനെ ഫ്ലഫി അവന്മാര് ഇറങ്ങി. ആരുണ്ട് ഇത്? ഈ മലയിൽ മാറും. നമ്മള് നിൽക്കുന്ന മലയിൽ മാറണം. എല്ലാരും വണ്ടി എടുത്ത് ഇറങ്ങി പുറത്തോട്ട് താഴോട്ടോ. ഓൺഫുട്ടിലെ വണ്ടി എടുത്ത കളില്ലാരും. ഒരു വണ്ടി കിടപ്പുണ്ടാവും. എല്ലാരും വണ്ടി എടുത്ത. എല്ലാരും ഫ്ലഫിയുടെ വണ്ടി എടുത്താ. വണ്ടി കിടക്കുന്നു നമ്മുടെ. ഇവിടെ കുത്തിച്ച് ഇറങ്ങിയെന്നേ. അവന്മാര് ഫ്ലഫി ഇറങ്ങി അവിടെ ഇറങ്ങി അടിച്ചോണേ. പിന്നെ പിക്ക് ചെയ്യാൻ നിൽക്കുന്ന വണ്ടി നോക്കി കവർ ഇട്ട് കളിച്ചോണേ. ശരി ഇവിടെ ഇറങ്ങി അടിക്കുന്നേ. പൂളിയാലോ ഓൺഫുട്ടിറങ്ങിയേ. കുത്തിച്ചാലോ ഇവിടെ കുത്തിച്ചാലോ. ഡിസഡ്വാൻറ്റേജ് ആണ്. ഇവിടെ മേളില് കത്തുണ്ട്. അവര് ബെയിറ്റ് ആടാ. ഇവന്മാരൊന്ന് മാറ്റിക്കണമല്ലോടാ ഇവിടുന്ന്. ആ കല്ലിന്റെ അവിടെ കുത്തിയിരുന്ന് അടിക്കുന്നവന്മാരൊന്ന് മാറ്റിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കോള് കേക്കോ. എടാ നമ്മളിവിടെ ഒരു 4 വണ്ടി ഈ കല്ലിന്റെ ഇവിടെ റഷ് ചെയ്ത് കുത്തിക്കണം. അതേസമയം നിങ്ങൾ ഈ മലയുടെ മേളിൽ ഇവിടെ കുറച്ച് അഡ്വാൻസ് ചെയ്ത് ഇവിടെ കൊണ്ട് കുത്തിച്ച് ഇവന്മാരെ ഓട്ടിക്കണം. മനസ്സിലായോ? അവന്മാര് ബാക്ക് വലിഞ്ഞോളും. പറ്റുമോ? വണ്ടി പറഞ്ഞോളൂ കുത്തിയിരുന്ന കളി. എന്റെ വണ്ടി റൈറ്റ് ചെയ്ത്. എന്റെ വണ്ടി റൈറ്റ് ആ മലേനെ വേണ്ടല്ലോ അവന്മാര് ഇറങ്ങി നിൽക്കുക. റിഡ്ജിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് അഡ്വാൻസ് ചെയ്ത് കുത്ത്. നമ്മൾ അവിടെ റിച്ചില്ലടാ. അവിടെ ഗോഡ അവിടെ പിച്ചില്ല. അത് ഫുള്ള് ഓപ്പൺ. അവിടെ കാണുന്നില്ല. ഒറ്റ വണ്ടിയാണ്. നമ്മളെ വലയില്ല. അമ്മര് തിരിച്ചേറ്. ഇവിടെ ഇറങ്ങി നമുക്ക് ഈ സൈഡ് പോവാ തൽക്കാലം. ഒരുത്തൻ കത്തിയിരിക്കുന്നു. ഇവിടെ അമ്മാരുടെ ഒരാള്. ഫ്ലഫി എടുക്ക്.
റഫീനെടുത്താ ഞാൻ പറയട്ടെ അതൊക്കെ ഇവിടെ എല്ലാരും ബാക്ക് വന്ന് റിപ്പയർ തിരിച്ചു കയറാൻ പറഞ്ഞല്ലേ എന്തോ ഇവിടെ എന്തായാലും അവന്മാര് റിപ്പയർ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് വയ്യ. വണ്ടി കയ്യിലിരിക്കൂല. പറയാം അവന്മാര് വരാൻ റിപ്പയർ വരുമ്പോ നോക്കിയാണ് അവന്മാര് വരുന്നുണ്ടോന്ന്. വരുന്നുണ്ടെങ്കിൽ കുത്തിച്ചടിച്ചോണേ. വരത്തില്ല, അവിടെ 2-3 പേര് കത്തിയിരിക്കുക, വരത്തില്ല ഇപ്പൊ. ഇല്ല ഞാൻ ഇവിടുന്ന് റിപ്പയർ ചെയ്തിട്ട് ഒറ്റ മൈൻഡിൽ പോയി അടിച്ചാൽ തീർത്താലോ. റിപ്പയറിൽ ഇറങ്ങിയടിയടാ. ഇറങ്ങിയാടി, നീ മാത്രം ഇറങ്ങിയാടി. അലക്സ് ഇറങ്ങും, അലക്സ് മാത്രം ഇറങ്ങിയാടി. വീഡിയോ ചെയ്യാൻ സമ്മതിക്കല്ലേ? ഇതെന്തോന്നു? കേറി വീഡിയോ ചെയ്യുന്നത് മയില്. എനിക്ക് 2 വീഡിയോ ആയി. സപ്പോർട്ട് വേണം, ഇവിടെ സപ്പോർട്ട് വേണം. കുത്തടാ, കുത്ത് കുത്ത്. ഇത്ര വീഡിയോ ആണ് ഈ മയിലുകളൊക്കെ ചെയ്യുന്നത്. വീഡിയോ ഫുള്ള് വീഡിയോ അവന്മാര് നെഞ്ഞത്താ ഫുള്ള് കേറുന്ന വണ്ടി. ഇല്ല അവന്മാരെന്താ ഡൗൺ ആവും മിക്കവാറും. അത്ര പേര് ബാക്കിയില്ല. അത് നോക്കടാ എത്ര ആൾക്കാരാ നമ്മള് പോകുന്നത്. പട 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 പടാന്ന്. അങ്ങനെ എത്തണ്ട ലാസ്റ്റ്. जी 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 കിട്ടില്ല നോക്കട്ടെ. കളിയോക്കട്ടെ ഗൈസ്. ൂമാറിനെ കൊന്നു, TBS ജോണി സിൻസ്, ജോൺ ദുരൈനെ കൊന്നു. 4 ആൾക്കാരെ ഓൻ തന്നെ കൊന്നു ഗൈസ്. ഇത് നോക്ക്, ഇത് 4 ആൾക്കാരെ ഓൻ തന്നെ കൊന്നു. ഓൻ്റെ ടീമിലുള്ള ആൾക്കാരെ കൊണ്ടേ കുത്തിച്ചിട്ട് കത്തിയിട്ട് 4 ആൾക്കാരെ ഓൻ തന്നെ നമുക്ക് എടുത്തു തന്നു. അപ്പൊ 21 മനസ്സിലായോ? നമുക്ക് അത് ടാലിയാക്കി തന്നതാ തോന്നുന്നുണ്ട്. മെമ്പേഴ്സ് അവിടെ വണ്ടി അവിടെ വീഡിയോ ആവുന്ന രംഗമാണ് കാണുന്നത്. 3 പേര് അവിടെ ഡെഡായി. ഇവിടെ ഒരാൾ കത്തിപ്പോയി, റോഡ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഹാരി MRC ജോക്കറിനെ എടുത്തിരിക്കുന്നു. TBS സ്ക്രീനിന് ടീമിലാണ് അവിടെ വന്നിരിക്കുന്നത്. ഞാനവിടെ ലോക്കായി. അത്ര ആൾക്കാർ ഇവിടുന്ന് അടി കിട്ടിയാണ്ട് അങ്ങോട്ടാണ് പോയത്. ഇന്റെ അണ്ണാക്കൊക്കെ MRC സെന്റെക്സ് ഒരു പിക്ക്, പ്രണവ് സെറ്റൻ, കുറുപ്പിടങ്ങി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷേക്കിനെ ഡൗൺ ആക്കി. അല്ല എക്സൽ MRC അവര് ഫ്ലാങ് ചെയ്ത് അടിക്കുന്ന രംഗമാണ് കാണുന്നത്. ഇവിടെ സെന്റെക്സിന്റെ അടുത്ത പിക്ക് വരുന്നു. ചരൺ ഡിയോസിന്റെ ഒരു പിക്ക് വരുന്നതായിട്ട് കാണുന്നു. പ്രണവ് സെറ്റിന്റെ 2ാമത്തെ പിക്ക് വരുന്നതായിട്ട് വരുന്നുണ്ട്. ഗോഡ് BB സൂപ്പറിനെ എടുത്തുകൊണ്ട് മാക്ക് ഇവിടെ നിന്നിട്ട് സ്കീ അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ മാക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഹാരിയാണ് മാക്കിനെ എടുത്തത്. ഇവർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നെങ്കിലും അലക്സ് അവരെ ബാക്കിൽ വന്ന് ഫ്ലാങ് ചെയ്ത് അടിക്കാൻ വേണ്ടി വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. പ്രണവ് സെറ്റിന്റെ ടാഗ് ചെയ്യുകയാണ് മിസ്റ്റർ TBS ടൈക്കോ. ഇവർക്ക് അവിടുന്ന് എല്ലാം ചറപറ അടി കിട്ടുവാണ്. MRC 2 സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്. കുറുപ്പിടങ്ങി, ജാസി, ചരൺ ഡിയോസിന്റെ അടുത്ത 3 പിക്ക് ചരൺ ഡിയോസിന് ഈ ഒരു പ്രീ ഓവറിൽ കിട്ടിയിട്ടുണ്ട്. ഹാരിയെ ബുള്ളോപ്പി ഡൗൺ ആക്കിയിരിക്കുന്നു. ബുള്ളോപ്പിയുടെ മറ്റൊരു പിക്ക് ഐ തിങ്ക് TBS മിസ്റ്റി ചരനെ അടിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് നല്ല
രീതിയിൽ അടി കിട്ടുന്നു. സക്കായി. ജിൻസക്കായി ആ ഒരു Nice, 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 nice guys, secure nice, ചെയ്ത് nice. pre-war I think Double TVS kill. hold down ആയിട്ടുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടമാണ് അവിടെ സംഭവിച്ചത്. ആ ഒരു വണ്ടി പൊട്ടിത്തെറിച്ച് 4 പ്ലെയേഴ്സോളമാണ് അവിടെ ഡൗൺ ആയത്. ഞാൻ വീഡിയോ ഇവിടെ എത്തിയോ? ആ